കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നുള്ള സാജുവിന്റെ സാക്ഷ്യം. ഡോക്ടർ ആദ്യം പറഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. പക്ഷെ രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു മിറക്കിൾ ആണെന്ന്. എനിക്കൊരു സ്ട്രോക്ക് വന്ന് ഞരമ്പ് പൊട്ടി ഒരു സൈഡ് തളർന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് ICUവിലായി. ഡോക്ടർ പറഞ്ഞത് ആളെ കിട്ടില്ല എന്നാണ്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം റൂമിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ഇന്നലെ രാത്രി എഴുന്നേറ്റ് നിന്നു എന്ന് ഭാര്യ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്നാണ്. വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ തലയുടെ പൊട്ടിയ ഞരമ്പ് കൂടിയിരിക്കുന്നതായി കണ്ടു. ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിറക്കിളാണ്. ഇത്രയും സംഭവിച്ച ഒരാൾക്ക് 1% പോലും മെമ്മറിയിൽ ഒരു കുഴപ്പവുമില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നാണ്. എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. കൽപ്പറ്റയിൽ നിന്നുള്ള അനില ജോയലിന്റെ സാക്ഷ്യം. വെന്റിലേറ്ററിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ രാത്രി 2:30 ഒരു സ്ത്രീ കൃപാസനം മാതാവിന്റെ കാശുരൂപവുമായി വന്ന് ജപമാല ചൊല്ലാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ വെന്റിലേറ്ററിലായി. ഞങ്ങൾ ICUവിന് മുമ്പിൽ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ രാത്രി 2:30 ഒരു സ്ത്രീ വന്ന് കൃപാസനം മാതാവിന്റെ ഒരു കാശുരൂപം തന്നിട്ട് ഇനി രോഗിയെ കാണാൻ കയറുമ്പോൾ ഈ കാശുരൂപം ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കാനും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ട് പോയി. ഞാൻ ICUവിന്റെ മുമ്പിൽ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലി കൃപാസനം അൾത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഭർത്താവിന് ബോധം തിരിച്ചു കിട്ടി. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ ഉടമ്പടി എടുത്തു. ഭർത്താവിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൽപ്പറമ്പിൽ നിന്നുള്ള ഡേവിഡിന്റെ സാക്ഷ്യം. ഓട്ടിസമുള്ള കുഞ്ഞ് ഉച്ചവരെ മാത്രമേ സ്കൂളിൽ ഇരുന്നിരുന്നുള്ളൂ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ കണ്ട അത്ഭുതകരമായ മാറ്റം. എൻ്റെ മൂത്ത മകന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ മൂലം വളരെയധികം വിഷമത്തിലായിരുന്നു. എല്ലാവരെയും ഉന്തുകയും തള്ളുകയും തുപ്പുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ആകെ പ്രശ്നങ്ങളായിരുന്നു. സ്കൂളിലാണെങ്കിലും ഉച്ചവരെയൊക്കെ മകൻ ഇരിക്കുമായിരുന്നുള്ളൂ. ഡോക്ടറെ കണ്ടപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കൂടി വരാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകൻ വളരെയധികം ശാന്തതയോടെ സ്കൂളിൽ മുഴുവൻ സമയവും ഇരിക്കുന്നു. ടീച്ചേഴ്സ് പറയുന്നത് അവൻ വളരെ ശാന്തനാവുകയും സ്നേഹത്തോടെയുമാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഡോക്ടർ കൃപ മറിയം ഫിലിപ്പിന്റെ സാക്ഷ്യം. ഒരു മാർത്തോമ വിശ്വാസിയായി എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ദൈവാനുഭവം. ഞാനൊരു മാർത്തോമ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തിലെ ഉടമ്പടി തൈലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിക്കുന്നതിനോട് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ ഭർത്താവും മാതാപിതാക്കളും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാനും ഹസ്ബൻഡും ഡോക്ടേഴ്സാണ്. അങ്ങനെയിരിക്കെ ഞാൻ പ്രഗ്നന്റ് ആയി. മാതാപിതാക്കൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഫിസിഷ്യനായ എനിക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി. പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തുവെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചു. അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ പ്രഗ്നന്റ് ആയി. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും സ്കാനിങ് ടേബിളിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കർണാടക അത്താടിയിൽ നിന്നുള്ള തോമസിന്റെ സാക്ഷ്യം. മദ്യപിച്ചും പുകവലിച്ചും കടുത്ത കരൾ രോഗം ബാധിച്ച് രക്തം ഛർദ്ദിച്ച നാളുകളിൽ മാതാവ് ഒരു ചേച്ചിയിലൂടെ ഉടമ്പടി എടുപ്പിച്ചു. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 30 വർഷമായി കടുത്ത മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമയായിരുന്ന എനിക്ക് കടുത്ത കരൾ രോഗം വരികയും മഞ്ഞപ്പിത്തം ബാധിച്ച് വയർ മുഴുവൻ നീര് വയ്ക്കുകയും ബ്ലഡ് ഛർദ്ദിക്കുകയും ചെയ്ത് ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റായി. ഡിസ്ചാർജ് ആയ ശേഷം ഒരു ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ മദ്യപാനം നിർത്തുകയും ഇന്ന് വരെ ഒരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല. കൂടാതെ കർണാടക സ്റ്റേറ്റിൽ 60 വർഷമായി സ്ഥലം വാങ്ങി താമസിക്കുന്ന എനിക്ക് പട്ടയം എഴുതി കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി പട്ടയം എഴുതി കിട്ടി. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കാലിലെ ചൊറിച്ചിലും കടിയും സുഖപ്പെട്ടു. കൊല്ലം ചാത്തന്നൂരിൽ നിന്നുള്ള സുഗന്ധിയുടെ സാക്ഷ്യം. വഴിക്ക് വേണ്ടി 8 വർഷമായി നടക്കുന്ന കേസ് എങ്ങും എത്താതിരുന്നപ്പോൾ ജോസഫച്ചനെ കണ്ട് ലഭിച്ച കാശുരൂപം കുഴിച്ചിട്ടു. പിന്നെ സംഭവിച്ചത്
എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 6.25 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് വഴിത്തർക്കത്തിലായിരുന്നു. അടുത്ത താമസക്കാർ അതിരുകല്ല് പിഴുതുമാറ്റി രാത്രിയിൽ തന്നെ വഴി കെട്ടിയടച്ചു. 8 വർഷമായി അതിന്റെ പേരിൽ കേസുമായി നടക്കുകയായിരുന്നു. ആരെയും സ്വാധീനിക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി വഴി തടസ്സം മാറിക്കിട്ടി. കൂടാതെ 6 സെന്റ് സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം വിൽക്കാനും 6 സെന്റ് സ്ഥലം വാങ്ങാനും സാധിച്ചു. കുവൈറ്റിൽ നിന്നുള്ള രഞ്ജിത്തിന്റെ സാക്ഷ്യം. 3 വർഷമായി ഞങ്ങൾ അകന്നു നിൽക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അസാധാരണമായ രീതിയിൽ മാതാവ് ഞങ്ങളെ ഒന്നിപ്പിച്ചു. ഞാനും ഭാര്യയും UK ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ ഇടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ വേർപിരിയാനും തീരുമാനിച്ചു. ഞാൻ നാട്ടിലേക്ക് പോരുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം കുവൈറ്റിലെ ജോലി ഉപേക്ഷിച്ച് UK പോയിരുന്ന ഞാൻ വീണ്ടും കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. 3 വർഷത്തോളം ഞങ്ങൾ പിരിഞ്ഞു താമസിച്ചു. കുഞ്ഞുങ്ങളും വളരെ വിഷമത്തിലായി. ഇതിനിടയിൽ ഭാര്യയ്ക്ക് UK ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടിൽ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. വീണ്ടും ഇന്റർവ്യൂ പാസ്സായി UK മറ്റൊരു കമ്പനിയിൽ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുകയും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. കുമളിയിൽ നിന്നുള്ള ക്ലിഫീസിന്റെ സാക്ഷ്യം. 35 കിലോയിൽ നിന്ന് 50 കിലോയിലേക്ക്. 4ാം സ്റ്റേജ് ക്യാൻസറിൽ നിന്ന് ഡോക്ടറെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആരോഗ്യത്തിലേക്ക്. എൻ്റെ ഭാര്യയുടെ ക്യാൻസർ 4th സ്റ്റേജ് ആയിരുന്നു. വെയിറ്റ് കുറഞ്ഞു 35 കിലോയായി. തീർത്തും വീക്കായി ഭാര്യ വീൽ ചെയറിലായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ വാക്കറൊക്കെ മാറ്റി നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ നടക്കുന്നതിനും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതിനും സാധിക്കുന്നു. കൂടാതെ എനിക്ക് ഹൈറേഞ്ചിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. കുത്തനെ കിടക്കുന്ന സ്ഥലമായതിനാൽ അത് വിൽക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു വ്യക്തി വന്ന് സ്ഥലം വാങ്ങിച്ചു. ആ വ്യക്തി പറഞ്ഞത് എന്തിനാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. ഞങ്ങൾ ആഗ്രഹിച്ച വിലയ്ക്ക് തന്നെ സ്ഥലം വിൽക്കാനും മറ്റൊരു സ്ഥലം വാങ്ങി താമസിക്കാനും സാധിച്ചു. കൂടാതെ എൻ്റെ 2 മക്കൾക്കും ബാംഗ്ലൂരിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. USA നിന്നുള്ള സിസി റോബിയുടെ സാക്ഷ്യം. ഇടത് കിഡ്നി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് അതിതീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. സ്കാനിങ്ങിൽ മാതാവിന്റെ ഇടപെടൽ നേരിട്ട് ബോധ്യപ്പെട്ടു. എൻ്റെ ഭർത്താവിനുണ്ടായിരുന്ന ഒരു അസുഖത്തെ തുടർന്ന് MRI എടുത്തപ്പോൾ ലെഫ്റ്റ് കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നും അത് വലുതായതിനാൽ കിഡ്നി റിമൂവ് ചെയ്യണമെന്നും ഒരു MRI കൂടി ചെയ്തിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. MRI ചെയ്യണ്ട എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ നാട്ടിൽ വന്ന ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴും ഒന്നിനെ പറ്റിയും വറി ചെയ്യേണ്ട, യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുള്ള ഹണിയുടെ സാക്ഷ്യം. കണ്ണൂരിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വെച്ച് എൻ്റെ മകൾക്ക് ലഭിച്ച ഞെട്ടിക്കുന്ന ദൈവാനുഭവങ്ങൾ. എൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും തലകറക്കവും തലവേദനയുമാണെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് വിളിക്കുമായിരുന്നു. മകളെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു കണ്ണ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് 99% കണ്ണിന്റെ കാഴ്ചശക്തി പോയി എന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കുർബാന കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ഒരു കരട് പോയിട്ടുണ്ട്, ഒന്ന് ഊതിത്തരണമെന്ന് മകൾ എന്നോട് പറഞ്ഞു. അതിനുശേഷം മകൾ പെട്ടെന്ന് കരഞ്ഞിട്ട് എനിക്ക് ഈശോയെയും മാതാവിനെയും ഇപ്പോൾ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. മകൾക്ക് കാഴ്ച കിട്ടി. ഇടുക്കി അടിമാലിയിൽ നിന്നുള്ള ബിജു ജോർജിന്റെ സാക്ഷ്യം. 20 വർഷമായി എനിക്ക് വീടില്ലായിരുന്നു. ഒറ്റ ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച ദൈവാനുഭവം. എനിക്ക് 20 വർഷമായി ഒരു ഭവനമില്ലാതെ വിഷമിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു കൊണ്ടിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഭവനം വാങ്ങിക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 5 മാസത്തിനുള്ളിൽ എനിക്ക് 63 സെന്റ് സ്ഥലവും വീടും കൂടി വാങ്ങുവാൻ സാധിച്ചു. കൂടാതെ ഞാൻ 13 വർഷമായി പ്രൈവറ്റ് സെക്ടറിൽ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി 6 മാസത്തിനുള്ളിൽ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ലഭിക്കുകയും
ഭാര്യയ്ക്ക് സ്റ്റിച്ചിങ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കട സ്വന്തമായി വാങ്ങിക്കാനും സാധിച്ചു. കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയത്ത് നിന്നുള്ള അജിന്റെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ കുഞ്ഞിന്റെ ഫോട്ടോയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അപകടാവസ്ഥയിൽ നിന്നും പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു. ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി ആയുർവേദം, അലോപ്പതി എല്ലാം പരീക്ഷിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് പുതുക്കിയ ശേഷം ഭാര്യ പ്രഗ്നന്റ് ആയി. അതിനുശേഷം തൈറോയിഡിന്റെ അസുഖം വന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിൽ വണ്ണം വെച്ച് ശരീരം മുഴുവൻ നീരുമായി 31ാമത്തെ ആഴ്ച കുഞ്ഞിനെ പെട്ടെന്ന് സർജറി ചെയ്ത് പുറത്തെടുത്ത് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ കുഞ്ഞിന്റെ ഫോട്ടോയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു, കാശുരൂപം തന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു.